ഭരണാധികാരികളും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്കൊരു വലിയ ഒരു അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം വർഷങ്ങളായി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആണ് ഇവിടെ നമുക്ക് ലഭിക്കപ്പെട്ടത്. ഈ ഒരു അവസരം നമുക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഹുറൂബ് പോലെയുള്ള വിഷയങ്ങൾക്ക് പരിഹാരമാവുകയുണ്ടായി. ഇവർക്കൊക്കെ ഒരു നല്ല മാന്യമായ രീതിയിൽ തന്നെ നാട്ടിൽ പോകുന്നതിനോ ഇവിടെ ഒരു തൊഴിൽ തേടി സ്വന്തം ജീവിതവും കുടുംബത്തെയൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളതായ ഒരു സഹായമാണ് നമ്മുടെ ഇവിടുത്തെ രാജാവ് നമുക്ക് നൽകപ്പെട്ടത്. ഈ അവസരം നമ്മൾ ഉപയോഗിക്കുക. ഹുറൂബുകാർക്ക് വേണമെങ്കിൽ അവർക്ക് നാട്ടിൽ പോകാം. അതല്ല എങ്കിൽ അവർക്ക് ഇവിടെ ഏതെങ്കിലും കമ്പനികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടോ ജോലി ചെയ്യുന്നതിന് തനാസിൽ മാറുന്നതിനുള്ളതായ അവസരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അവസരം നമ്മൾ ഉപയോഗിക്കുക. അതുകൂടാതെ ഈ അവസരം നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ വീണ്ടും മുഹറം 1 ശേഷം 2 വർഷം ജയിലും 1 ലക്ഷം റിയാലും പെനാൽറ്റിയും കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും. ഇവിടെ എല്ലാ ജയിലുകളും അതിനുവേണ്ടി സജ്ജമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ നിസ്സാരമായി കരുതാതെ നമ്മുടെ ഒരു സഹോദരൻ പോലും ജയിലുകളിൽ വരാത്ത രീതിയിൽ ഒരൊറ്റ ഇന്ത്യക്കാരനും ഈ വിഷയത്തിന് ശേഷം ഈ ലീഗലൈസേഷൻ പൊതു മാപ്പ് ലഭിക്കപ്പെട്ട സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാം കറക്റ്റ് ചെയ്യാനുള്ളതായ ഒരു സഹായങ്ങൾ നമ്മൾ സമൂഹ നന്മ എന്ന നിലയിൽ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പോലെയുള്ളതായ ബോധവൽക്കരണ പരിപാടികൾ കൂടി സാമൂഹ്യ സംഘടനകൾ വഴിയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ വിവിധ തലങ്ങളെന്ന് പറയുന്നത് ഈ ഇളവ് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഇക്കാമ എക്സ്പയർ ആയിട്ടുണ്ട് എങ്കിൽ ഇപ്പം ഈ ഇളവ് കാലം പ്രഖ്യാപിച്ചതിന് എക്സ്പയർ ആയി ഇക്കാമ ഉള്ളവരോ അല്ലെങ്കിൽ സ്പോൺസർമാരുടെ കയ്യിൽ ഒളിച്ചോടി പോയവരോ ഹുറൂബിലല്ലാത്തവരാണെങ്കിൽ പോലും ഇവർക്കൊക്കെ ഇവിടെ ഏതെങ്കിലും കമ്പനികളിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ മാറാനുള്ള അവസരമുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് മാറുന്നതിന് വേണ്ടി പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് പോലും 3 ദിവസം കൊണ്ട് കൊടുക്കാൻ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈവൻ സ്ത്രീകൾക്ക് പോലും ഹൗസ് മെയ്ഡുമാരായിട്ടോ അല്ലെങ്കിൽ ക്ലീനിങ് വിഭാഗങ്ങളിലൊക്കെ വന്ന് കഷ്ടപ്പെട്ടിരുന്ന സ്ത്രീകൾക്ക് പോലും അവരുടെ നാട്ടിൽ പോകുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ ലീഗലൈസേഷൻ ചെയ്യുന്നതിനോ അവർക്ക് പാസ്പോർട്ട് 3 ദിവസം കൊണ്ട് നാട്ടിൽ പോകുന്നവർക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ ലീഗലൈസേഷൻ ചെയ്യുന്നവർക്ക് പാസ്പോർട്ടോ എംബസിയും കോൺസുലേറ്റും കൊടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന ഏതെങ്കിലും ഒരു എൻട്രി നമ്പറോ അല്ലെങ്കിൽ ഇക്കാമ നമ്പറോ ഉണ്ടെങ്കിൽ വന്നത് ഇവിടെ നിയമാനുസൃതമായാണ് ഈ രാജ്യത്ത് പ്രവേശിച്ചത് എന്നുള്ള പ്രൂവ് ചെയ്യുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ്സ് അവരുടെ കൈവശമുണ്ട് എങ്കിൽ അതാത് പ്രൊവിൻസുകളിലുള്ള ഡിപ്പോർട്ടേഷൻ സെന്ററുകളിൽ അധികൃതമായി ബന്ധപ്പെട്ട അവർക്ക് എക്സിറ്റ് വിസ കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഇനി വന്ന ഇക്കാമ നമ്പർ ഇല്ലാത്തവരാണോ അല്ലെങ്കിൽ എൻട്രി നമ്പർ മാത്രമേ ഉള്ളവർ ആണെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ ഫിംഗർ എടുക്കാത്തവരാണെങ്കിലോ അവരെ ഫിംഗർ എടുത്തുകൊണ്ട് അവർക്ക് എൻട്രി നമ്പർ ലഭിക്കുകയും അതനുസരിച്ച് അവരുടെ എക്സിറ്റ് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ളതായ സഹായങ്ങൾ ഡിപ്പോർട്ടേഷൻ സെന്ററുകൾ വഴി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ അവസരങ്ങൾ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ലീഗലൈസേഷൻ ചെയ്ത് ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും കമ്പനിയിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ലേബർ ഓഫീസുകളുമായി ബന്ധപ്പെടുക. അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതാത് പ്രൊവിൻസുകളിലെ ജവാസാത്ത് ഓഫീസുകളുമായി ബന്ധപ്പെടുക, പാസ്പോർട്ട് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം ചെയ്യേണ്ടത് പുതുതായി എടുക്കപ്പെടുന്ന സ്പോൺസർമാരാണ് ചെയ്യേണ്ടത്. പഴയ സ്പോൺസർമാരുടെ അനുവാദമില്ലാതെ തന്നെ ഈവൻ പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോലും മാറാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആർക്കെങ്കിലും പാസ്പോർട്ട് ഇല്ല പക്ഷെ സ്പോൺസർഷിപ്പ് മാറാൻ അവസരമുണ്ട് എങ്കിൽ അവർ മാറുന്നത് ഒരു കമ്പനിയിലേക്കാണ് എങ്കിൽ ആദ്യമേ എടുക്കപ്പെടുന്ന കമ്പനി ജവാസാത്തിലേക്ക് ലേബർ ഓഫീസിലേക്ക് ഒരു അപേക്ഷ കൊടുക്കുകയും ആ ലേബർ ഓഫീസ് കൊടുക്കുന്ന അപേക്ഷയുടെ ബേസിൽ അവിടുന്ന് ഒരു ക്ലിയറൻസ് കിട്ടും. ആ ക്ലിയറൻസ് പേപ്പറും എടുക്കുന്ന സ്പോൺസർ ഒരു എംബസിക്ക് ഒരു ഇദ്ദേഹത്തിനെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററും ചേംബർ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാസ്പോർട്ട് 3 ദിവസം കൊണ്ട് എംബസി നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ കോൺസുലേറ്റ് നൽകുന്നതായിരിക്കും. അതൊരു വ്യക്തിയുടെ പേരിലാണ് മാറുന്നതെങ്കിൽ അതായത് ജവാസാത്ത് ഓഫീസുകളിൽ സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിനുള്ള പ്രത്യേക വിഭാഗമുണ്ട്.
അവിടെ സമീപിക്കുകയാണെങ്കിൽ അവിടുന്ന് ക്ലിയറൻസ് പേപ്പർ കൊടുക്കുന്നതിന്റെ ബേസിലും ആ ലെറ്ററും അതായത് പിന്നെ ചേംബർ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്പോൺസർ തന്നെ അറ്റസ്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും ഗവൺമെന്റൽ ഡിപ്പാർട്ട്മെന്റ് അറ്റസ്റ്റ് ചെയ്തുള്ള ഡോക്യുമെന്റ്സ് എംബസിക്ക് കൊടുത്താൽ എംബസിക്ക് പാസ്പോർട്ട് കിട്ടും. അപ്പം ഇങ്ങനെ പല രീതിയിൽ മാറുന്നതിനുള്ള അവസരങ്ങൾ എല്ലാ വിഭാഗം ആൾക്കാർക്കും, ഹൗസ് ഡ്രൈവർമാർക്ക് പോലും വർഷങ്ങളായിട്ട് ഇവിടെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൗസ് ഡ്രൈവർമാർ ഈ ഇളവ് കാലത്തിന് ശേഷം ഏതെങ്കിലും അവർ ഹൗസ് ഡ്രൈവർമാരല്ലാതെ പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അവരും അനധികൃതരായി നാട് കടത്തപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഹൗസ് ഡ്രൈവർമാർക്ക് പോലും പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രൊഫഷനുകളും ഏത് വ്യക്തി ജോലി ചെയ്യുന്നു അതാത് സ്ഥാപനങ്ങൾക്ക് അനുസൃതമായ പ്രൊഫഷനുകളിൽ മാത്രമേ ജോലി ചെയ്യാവൂ എന്നുള്ളതാണ് ഇവിടെ കർശനമായ ഒരു നിർദ്ദേശം. അതനുസരിച്ച് പ്രൊഫഷൻ മാറുന്നതിന് യാതൊരു പൈസയും കൊടുക്കാതെ തന്നെ പ്രൊഫഷൻ മാറാനുള്ളതായ അവസരങ്ങൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. എഞ്ചിനീയറും ഡോക്ടർമാരും അല്ലാത്ത ആർക്കും പിന്നെ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാതെ തന്നെ പിന്നെ ലേബർ ഓഫീസുകളിലെ സൈറ്റ് വഴി തന്നെ അവരെ ഈ സിസ്റ്റം വഴി തന്നെ പ്രൊഫഷൻ മാറാനും അവിടുന്ന് കിട്ടുന്ന ക്ലിയറൻസ് ബേസിൽ ലേബർ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ക്ലിയറൻസിന്റെ ബേസിൽ പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണെങ്കിൽ പുതിയ ഇക്കാമ പുതിയ പ്രൊഫഷനിൽ അടിച്ചു കിട്ടുക. ഇതിനൊരു പൈസ പോലും ചെലവ് വരുന്നില്ല. അപ്പൊ ഈ അവസരങ്ങളൊക്കെ നമ്മൾ വിനിയോഗിക്കുക. അതുകൂടാതെ ഇത്തരം മഹത്തായ ഒരു പെരുമഴ അനുഗ്രഹം നൽകപ്പെട്ട ഈ രാജ്യത്തിന്റെ ഭരണാധികാരിക്കും അധികൃതർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. പിന്നെ നമ്മൾ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ളതായ ബന്ധങ്ങൾ അത് തന്നെയാണ് മഹത്തായ ഈ ഓഫറുകൾക്കൊക്കെ ഒരു പ്രധാന കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കുറ്റവിമുക്തമായ രീതിയിലുള്ളതായ നല്ല പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ വിശ്വാസങ്ങളുടെയും ഒക്കെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ ഒരു മാതൃകാപരമായ ഒരു നല്ല ബന്ധങ്ങൾ വീണ്ടും ഇതുപോലുള്ളതായ സഹായങ്ങൾ ലഭിക്കാനുള്ളതായ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഇനിയുള്ളതായ പ്രവാസി ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ തിരിച്ചു പോകുന്ന പ്രവാസികൾ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കുകൾ കേരളത്തിന്റെ വിവിധ എയർപോർട്ടുകളിൽ ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്ത് പോവുക. പുനരധിവാസത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൈക്രോ സ്മാൾ സ്കെയിൽ മീഡിയം സ്കെയിലൊക്കെയുള്ള സ്ഥാപനങ്ങളോ ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയുള്ളതായ സഹായങ്ങൾ ലഭിക്കുന്നതിനൊക്കെ ഭാവിയിൽ ഇത് ഉപയോഗപ്പെടും. നോർക്കയുടെ ID കാർഡ്, ക്ഷേമനിധി പദ്ധതി ഇവയിലൊക്കെ ചേർന്നുകൊണ്ട് അപ്പൊ അവർക്കൊക്കെ മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് തന്നെ ഒരു പിന്നെ ഈ തൊഴിൽ പ്രതിഭാസത്തിലുള്ളതായ പഠനം തയ്യാറാക്കുന്നതിന് വേണ്ടി ലോണൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾ ബോധവാന്മാരായിക്കൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന കഴിവുള്ള പ്രവാസികളെ അതായത് പഞ്ചായത്തുകളിൽ ഉള്ള കൂട്ടായ്മകൾ വഴി പുനരധിവസിപ്പിക്കുന്നതിനുള്ളതായ ചെറിയ ചെറിയ പ്രോജക്റ്റുകളൊക്കെ കണ്ടെത്തി സഹായിക്കാനുള്ള ശ്രമങ്ങൾ കൂടി സംഘടനകൾ ചെയ്യണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞാലും തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളും നൊമ്പരങ്ങളും അപരാധികളും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. രോഗികളായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് പിന്നെ തിരിച്ചു പോകുന്ന അവസരങ്ങളിൽ അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇവിടെ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ പാർഷ്യൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഫുൾ ഡിസബിലിറ്റി ഒക്കെ ആയി പോയി നാട്ടിൽ ആരും സഹായിക്കാൻ കഴിയാത്ത ഒരു സമൂഹം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെയുള്ള ഗവൺമെന്റിന്റെ ഭാഗത്ത് കിട്ടേണ്ട സഹായങ്ങളെ കുറിച്ചൊക്കെ ബോധവൽക്കരിക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ ഉള്ളതായ ഒരു ശ്രമം കേരള മലയാളി ഇസ്ലാമിക് ക്ലാസ് റൂം ബോധവൽക്കരിക്കുക. പിന്നെ മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. മഹാത്മാഗാന്ധി പെൻഷൻ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് സ്കീം, പ്രവാസി ഇൻഷുറൻസ് സ്കീം ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ആരും ഇനി സൗദി അറേബ്യയിലേക്ക് വരികയാണെങ്കിൽ പോലും ഫ്രീ വിസ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരരുത്. വന്നു കഴിയുകയാണെങ്കിൽ നിയമാനുസൃതമല്ല ഇവിടെ തുടരുന്ന പിടിക്കപ്പെടുകയാണെങ്കിൽ ഇവിടെ ജയിലിലടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ വരും. അത് കൂടുതൽ ബോധവൽക്കരിക്കാൻ ഈ കേരള മലയാളം ക്ലാസ് റൂം സഹായമാകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൂടാതെ ഒരു പൂർണ്ണ തൊഴിലധിഷ്ഠിതമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ആരും
ഇതിനുശേഷം സൗദി അറേബ്യയിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ പോകുന്നതിന് ഒരവസരം ഉണ്ടാവരുത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. അപ്പൊ ഇതിനൊക്കെയുള്ള അവസരം ഇത്രയും പറയാതെ അവസരം തന്ന കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ഭാരവാഹികൾക്കും അതിന്റെ അതിഥികൾക്കും 1000 ആശംസകൾ. ഇനി അവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ നമ്മുടെ പ്രവാസി സമൂഹങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് തിരിച്ചു വെക്കുന്ന ഒരു വക്ക്, അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാതെ തുടരുന്ന ആരും എപ്പോൾ വേണമെങ്കിൽ തിരിച്ചയക്കപ്പെടാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങളിലെ അവരുടെ പൗരന്മാർക്ക് തൊഴിൽ നൽകപ്പെടുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസരം ഉണ്ടാകുകയാണ്. അത് കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലും തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസി സമൂഹം ഉണർന്നുകൊണ്ട് അവരെല്ലാവരെയും ഗവൺമെന്റ് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു പുനരധിവാസ പരിപാടിയിലേക്ക് പോകുന്നതിനോ, അല്ലെങ്കിൽ അതായത് എവിടെയാണോ ജോലി ചെയ്യുന്ന ആ തൊഴിൽ വേണ്ടി, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റോ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലീഗലൈസേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പോകുന്നതിന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനുള്ളതായ ഒരു ശ്രമം കൂടി ഗവൺമെന്റ് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അധികൃതർ പിടിക്കപ്പെടുന്നതിന് മുമ്പോ നമ്മൾ ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നോർക്ക പോലെയുള്ള ഗവൺമെന്റൽ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായ, അതായത് പുനരധിവാസം, കേരളത്തിന്റെ വിവിധ പഞ്ചായത്തുകൾ നോർക്ക കോർപ്പറേഷൻ പോലെയുള്ള പുനരധിവാസ കോർപ്പ് തുടങ്ങിയിട്ടുകൊണ്ട് തന്നെ, അതായത് പ്രവാസി നിക്ഷേപങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഗവൺമെന്റ് തിരിച്ചു പോകുന്ന പ്രവാസികളുടെ കഴിവും അവരുടെ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് നാടിന്റെ ആ പ്രദേശത്തിന്റെ വികസനത്തിലുണ്ടാകുന്ന ഏതൊരു വികസന പ്രവർത്തനത്തിനും നമ്മുടെ കഴിവും നമ്മുടെ എക്സ്പീരിയൻസും മാൻ പവറും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും, അതുകൂടാതെ തന്നെ നമ്മൾക്ക് ഒരു തിരിച്ച് നമ്മൾ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഈ പ്രവാസി സംരംഭത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ലഭിക്കപ്പെടുന്ന ഒരു റിട്ടേൺ കൊണ്ട് ഒക്കെ പരസ്പരം ഒരു പ്രയോജനമാകുന്ന നടപടികൾ തുടങ്ങാനുള്ള ഒരു സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസി സമൂഹം ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം. അതുകൂടാതെ തന്നെ ഈ രോഗികളായ പ്രവാസി സമൂഹം, നമുക്കറിയാം ഇത്ര വയസ്സ് കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് തിരിച്ചു പോകുന്ന അവസരങ്ങൾ ചികിത്സയ്ക്ക് പോലും നമ്മൾ സമ്പാദിക്കപ്പെട്ട പണം ഉണ്ടാവാൻ പറ്റാത്ത രീതിയിൽ മാരക രോഗങ്ങൾ പിടിപെടുമ്പോൾ നമുക്ക് പകച്ചു നിൽക്കേണ്ട ഒരവസ്ഥ, നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മക്കൾ പോലും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെടുന്ന ഒട്ടനവധി പ്രവാസി മക്കളുണ്ട്, പ്രവാസി കുടുംബങ്ങളുണ്ട്. അതുകൂടാതെ ഇവിടെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ അവശരായി തിരിച്ചുപോയ പ്രവാസി മക്കളുടെ പുനർവിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയുള്ളതായ അവസരമില്ലാത്ത അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഒരു ഗവൺമെന്റൽ ഒരു ഇനിഷ്യേറ്റീവ് വഴി സഹായിക്കാനുള്ളതായ ശ്രമങ്ങൾക്കൊക്കെ നമ്മൾ മൊത്തത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇല്ലാതെ തന്നെ മൊത്തത്തിൽ നമ്മൾ ഒന്നായിക്കൊണ്ട് തന്നെ ഒരു കൂട്ടായ ഒരു വോയിസ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെയുള്ളതായ ശ്രമങ്ങൾ കൂടി നമ്മൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതൽ എല്ലാവർക്കും വിഷയങ്ങളെല്ലാം ജനറലാണ്, പൊതുവായി വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ അവസരത്തിൽ നമുക്ക് ഈ അതാത് രാജ്യങ്ങൾ ഉണ്ടാവുന്ന പൗരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായി വരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. പിന്നെ കൂടാതെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആൾക്കാർ എത്ര ബോധവൽക്കരിച്ചാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള ഒരു രീതി മാറ്റിക്കൊണ്ട് ഇനിയെങ്കിലും നമ്മൾ പ്രവാസി ജീവിതത്തിൽ അടുക്കും ചിട്ടയും നമ്മളെ സമ്പാദ്യശീലവും നമ്മളൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതൊക്കെ അടിച്ചു പൊളിച്ച് കളയാതെ ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ പദ്ധതിക്ക് വേണ്ടി എന്തെങ്കിലും നമ്മുടെ തിരിച്ചു പോയാൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റീവ് മേഖലകളിലേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യാനുള്ളതായ ഒരു വഴികൾ തുറക്കാൻ, അതിന് അവസരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ട സഹായങ്ങൾ കൂടി ഇത്തരം ക്ലാസ് റൂം വഴി നമുക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട്. പിന്നെ സംഘടനകളൊക്കെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അപ്പൊ അവർക്കൊക്കെ മഹത്തായ ഒരുപാട് സംഭാവനകൾ മൊത്തത്തിൽ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഗവൺമെന്റുകൾ എല്ലാ സഹായങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ കേരളത്തിലുള്ള ഗവൺമെന്റ് വളരെ പ്രവാസികളോട് ഒരു അനുകമ്പപരമായ ഒരു സമീപനമാണ് പല രീതികളിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അവസരത്തിൽ
നമ്മൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ലഭിക്കാനും പരിഹരിക്കപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും തൽക്കാലം ഇതിന് അവസരം തന്ന മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ശ്രോതാക്കൾക്കും അതിന്റെ സംഘാടകർക്കും എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക്സ് അലോട്ട് ഷിഹാബ് സർ കുട്ടുകാട്. ഈ വൈകിയ വേളയിലും തിരക്കിനിടയിലും KMICയുടെ പ്രവാസ സംഗമം പരിപാടിയിൽ പങ്കെടുത്ത് പ്രവാസി നൊമ്പരങ്ങളും പരിഹാരങ്ങളും എന്ന ശീർഷകത്തിലുള്ള വലിയൊരു മെസ്സേജ് തന്നതിന് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ 1000 അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ജയിലിൽ മുഹമ്മദ് ആലിങ്ങളുടെ കെയറോഫിൽ 2.5 ലക്ഷം റിയാൽ മുടക്കി ഒരു സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ സന്ദർശനം നടത്തി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം വാഹനത്തിൽ വെച്ച് മൊബൈൽ വഴിയാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, സംശയങ്ങൾക്ക് മറുപടി പറയുകയാണോ വേണ്ടത് അതല്ല സംസാരിക്കുകയാണോ വേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൈവായിട്ട് ക്ലാസ് റൂം വഴിയാണെങ്കിൽ ക്ലാസ് റൂമിൽ കയറാൻ പറ്റുകയാണെങ്കിൽ സംശയങ്ങൾ ചോദിക്കുക, അതിന് മറുപടി പറയാം, അതുപോലെ ആക്കായിരുന്നു. പക്ഷേ ഇത് മൊബൈൽ വഴിയായതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് മെസ്സേജ് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ ക്ലാസ് റൂമിൽ വന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. ഏതായാലും ഷിഹാബ് സാറിന് 1000 നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് ലൈവാണ് വരാനുള്ളത്. ബഹറിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പ്രയുടെ ലൈവാണ്. നമ്മുടെ അഡ്മിൻസ് ആരെങ്കിലും മൈക്കിലേക്ക് വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് ലൈവ് ആരംഭിക്കും. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.